ഹായ് മക്കളെ, വെൽക്കം ടു എജ്യുപോഡ്. യെസ്, വെൽക്കം ബാക്ക്. നമ്മളൊരു മറ്റൊരു സെഷനിൽ അടിപൊളി എന്താണ് ഡബിൾ ഷൂട്ട് എന്നൊക്കെ എഴുതിയ ഡൗട്ട് ഉണ്ടാവും അല്ലേ? യെസ്, ഡൗട്ട് വേണ്ട, പറഞ്ഞുതരാം. കിടിലമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ജോഗ്രഫി ഇന്ന് ഈ ഒരു ക്ലാസ്സോടുകൂടെ ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും കൂടെ രണ്ടും കൂടെ അങ്ങ് സെറ്റാക്കാൻ പോവാണ്. സോ രണ്ടും കൂടെ സെറ്റാക്കുന്ന ഈ ഒരു അസുലഭ മുഹൂർത്തത്തിൽ നമുക്കൊരു സൈഡിൽ നിന്ന് എങ്ങനെ പിച്ച് വെച്ച് തുടങ്ങാം. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ല എന്ന് പറയുന്നത്, ഓക്കെ, ഇതിൽ ഏതെങ്കിലും കോൺസെപ്റ്റ് മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഏറ്റവും ബേസ് ലെവലിൽ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടൊരു കോൺസെപ്റ്റിനകത്ത് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഡബിൾ ഷൂട്ട് എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ വർഷം നമ്മൾ നേടിയെടുക്കും അടുത്ത വർഷത്തേക്കുള്ള മാർക്കും കൂടെ. സെറ്റല്ലേ? ഒരു 48-50 മാർക്ക് നമ്മൾ ഈ വർഷം നേടിയിരിക്കും. സെറ്റ് മക്കളെ, പൊളിക്കും നമ്മള്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ വരുന്നത് നോക്കാം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് രണ്ട് ഡബിൾ പാസ് വാങ്ങാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളാണ്. നമുക്ക് 2 പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ. അതിൽ ആദ്യത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമാണ്. അപ്പൊ ഉത്തരങ്ങളും ചോദ്യങ്ങളും മനസ്സിലാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ചോദ്യം വരികയാണെന്നും അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിന് ആൻസർ ചെയ്യണം എന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സെറ്റ് ആയിട്ടിരിക്കാം. നോക്കാം, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം കൂടിയാണിത്. ഇത് എന്താ എന്ന് പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സോ ഇത് ക്ലിയർ ആക്കി അങ്ങ് തരാം. നോക്കിക്കേ, ഹൈഡ്രോളജി എന്താണ് എന്നും ക്ലൈമറ്റോളജി എന്താണ് എന്നും നിർവചിക്കുക എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക്. സോ എന്താണ് ഹൈഡ്രോളജി? സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഡെഫിനേഷൻ ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് അത് എന്താണെന്ന് പൊളിച്ചടക്കി തരാം. സെറ്റ് അല്ലേ? ഓക്കെ, നോക്കിക്കേ എന്താണ് ക്ലൈമറ്റോളജി? ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ടേമാണ് ഞാൻ ആദ്യം പറയുമ്പോൾ. ക്ലൈമറ്റോളജി അതായത് കാലാവസ്ഥാ ശാസ്ത്രം അല്ലെ? ക്ലൈമറ്റോളജി എന്താണ്? Climatology is the study of the structure of atmosphere. Okay, it looks into different aspects of weather, climate, types of climate and regions where such climates occur. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ക്ലൈമറ്റോളജി എന്നാണ് പറയുന്നത്. മലയാളത്തിൽ എന്താ നോക്കാം. നോക്കിക്കേ, ശ്രദ്ധിച്ച് നോക്കിക്കേ, അന്തരീക്ഷത്തിന്റെ ഘടനയാണ് ഇവിടെ പഠന വിഷയമാക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ച് എന്താണ് ഇപ്പൊ പറയുന്നത്. ഇവിടെ ക്ലൈമറ്റോളജി എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോണത് അന്തരീക്ഷത്തിന്റെ, ഭൂമിന്റെ മുകളിലുള്ള അന്തരീക്ഷല്ലേ, ഈ അന്തരീക്ഷത്തിന്റെ ഘടന ഇങ്ങനെയാണ് പഠിച്ചാൽ മതി. അന്തരീക്ഷത്തിന്റെ ഘടന പഠിക്കുന്ന സാധനമാണ് ക്ലൈമറ്റോളജി. സെറ്റല്ലേ? അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടുള്ള പഠനമാണ് ക്ലൈമറ്റോളജി. അന്തരീക്ഷത്തിന്റെ ഘടനയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുക, അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഇവിടെ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ അന്തരീക്ഷത്തിലെ സ്ഥിതിയുടെ, അതായത് കാലാവസ്ഥയുടെ വിവിധ വശങ്ങളും കാലാവസ്ഥയുടെ ഭാവങ്ങളും, എങ്ങനെ ഏതൊക്കെ രൂപത്തിലുള്ള കാലാവസ്ഥകൾ ഉണ്ടാവാറുണ്ട്, അത് എത്രത്തോളം തീവ്രതയിൽ, എത്രത്തോളം തീവ്രത കൂടിയിട്ട് എത്രത്തോളം തീവ്രത കുറഞ്ഞിട്ട് ഉണ്ടാകാറുണ്ട്, വിവിധ തരത്തിലുള്ള കാലാവസ്ഥകൾ ഏതൊക്കെയാണ്, അവ അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്, കേട്ടോ, അവ അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എന്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ടോപ്പിക്കിനകത്ത്. ക്ലൈമറ്റോളജി എന്ന ഈ ഒരു ടോപ്പിക്കിനകത്ത്, കാലാവസ്ഥാ നിർണയ ശാസ്ത്രം എന്ന ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിർബന്ധമായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചോണേ. നോക്കിക്കേ, ഹൈഡ്രോളജി, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എന്ത് മനസ്സിലേക്ക് വരണം എന്നറിയാം. ഹൈഡ്രോ എന്ന് കേട്ട അപ്പോ ഒരു ഡൗട്ടും വേണ്ട, ഹൈഡ്രോ കേൾക്കുന്നു, ഹൈഡ്രോ കേട്ട് കഴിഞ്ഞാൽ വെള്ളം എന്ന് മനസ്സിലേക്ക് വരണം. എന്താ വരേണ്ടത്? വെള്ളം എന്ന് മനസ്സിലേക്ക് വരണം, കേട്ടോ. വെള്ളം, വാട്ടർ, കുടിക്കുന്ന വെള്ളം അല്ലേ? യെസ്, വെള്ളം എന്ന് മനസ്സിലേക്ക് വരണം ഹൈഡ്രോ എന്ന് കേട്ടാൽ തന്നെ. ഹൈഡ്രോവുമായിട്ട് എന്ത് ബന്ധപ്പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും. അപ്പൊ ഹൈഡ്രോളജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് വാട്ടർ ഓൺ ദി സർഫസ്. കണ്ടോ, വാട്ടർ ഓൺ ദ സർഫസ്, ഭൂമിയുടെ ഉപരിതലത്തിന്റെ മേലുള്ള വെള്ളത്തിനെ പറ്റിയുള്ള പഠനമാണ് ഹൈഡ്രോളജി എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഹൈഡ്രോ എന്ന് കേട്ട അപ്പൊ വെള്ളം എന്ന് മനസ്സിലേക്ക് ഓർമ്മ വരണം. ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിലുള്ള വെള്ളത്തിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോളജി എന്ന് പറയുന്നത്. ഇൻ ദ എർത്ത്. ഓക്കെ, it studies oceans, rivers, lakes, water bodies, effect produced by these water bodies on human beings and animal and plant life.
ഇത് എവിടെയൊക്കെ കാണുന്നു? റിവർ, ഓഷ്യൻ, ലേക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ട് വാട്ടർ ബോഡി എവിടെയൊക്കെ കാണുന്നുണ്ട്, അതെങ്ങനെയൊക്കെയാണ് മനുഷ്യനും സസ്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നത്, ഇതിനൊക്കെ കുറിച്ചുള്ള പഠനമാണ് എന്തിലൂടെ പഠിക്കുന്നത്? ഹൈഡ്രോളജിയിലൂടെ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കേ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്ന രേഖാംശ രേഖ ഏത്? ഇത് പഠിച്ചാൽ രണ്ടുണ്ട് മെച്ചം. സമയം നമ്മളെ ഇന്ത്യയുടെ സമയമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് തരം ചോദ്യങ്ങളാണ് ചോദിക്കാറ്. ഒന്നതാ ഈ മാനക രേഖാംശം ഏത് എന്ന ചോദ്യം. ഇതിങ്ങനെ കാണാതെ അങ്ങ് പഠിച്ചു, സിമ്പിൾ ആയിട്ട് പഠിച്ചോളാം. ഇത് എന്താ സംഗതി എന്നറിയോ? ഗ്രീനിച്ച് രേഖ അല്ലേ, ഗ്രീനിച്ച് രേഖ 0° അത് ഇങ്ങനെ ഈ ഗ്രീനിച്ച് രേഖ ലോകത്തിന്റെ മൊത്തം സമയം നിർണ്ണയിക്കാനുള്ള ലൈനാണ്. ഇതേപോലെ ഒരു ലൈൻ ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ മൊത്തം സമയം നിർണ്ണയിക്കുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന്. ആ ലൈനിന് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന്. ഈ സ്റ്റാൻഡേർഡ് മെറീഡിയന്റെ നമ്പർ എത്രയാന്നാ ചോദിച്ചത്. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറീഡിയന്റെ നമ്പർ എത്രയാന്നാ ചോദിച്ചത്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യത കൂടിയ ഒരു ചോദ്യമാണ്. എത്രയാണെന്നറിയോ? 82.5° ഈസ്റ്റ്. എങ്ങനെ ഇരിക്കണ്? കണ്ട ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇന്ത്യയുടെ സമയം കണക്കാക്കുന്ന രേഖ, അതിന് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ മാനക രേഖാംശം. ആ മാനക രേഖാംശം എത്രയാണ്? ഇതാണ് 82.5° ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചോണേ, ഇത് എന്തായാലും പരീക്ഷയ്ക്ക് വരിക. നോക്കിക്കേ. The source of information about the interior of the earth are given below. Categorize them into direct and indirect sources. അതായത് ഈ നമ്മുടെ ഭൂമിയുടെ ഉൾഭാഗത്തെ കുറിച്ച് മനുഷ്യന്മാർ പഠിച്ചത് എങ്ങനെയാണ്? നമ്മൾ കുറെ പറയുന്നുണ്ടല്ലോ, ക്രസ്റ്റ് ഉണ്ട്, മാൻഡിൽ ഉണ്ട്, കോർ ഉണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ആരെയും പോയി വെക്കണം? ആരും അവിടെ പോയി വെക്കിട്ടില്ല അല്ലെ? അവിടേക്ക് നമുക്ക് ആർക്കും പോകാൻ കഴിഞ്ഞിട്ടില്ല. ഭൂമിയുടെ ഉള്ളിലേക്ക് ഇതുവരെ ആകെ മനുഷ്യൻ കുഴിച്ച് ചെന്നിട്ടുള്ളത് വെറും 12 കിലോമീറ്ററാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ ഉണ്ട് ഭൂമിയുടെ ഉള്ളിലേക്ക്. അപ്പൊ നമ്മൾ ആരും ഒരു ഉള്ളിലേക്ക് പോയി വെക്കിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇതിനെ കുറിച്ച് മനസ്സിലായത്? ഇതിനുള്ളിൽ അതുണ്ട്, മാൻഡിൽ ഇതുണ്ട്, കോറൽ ഇതുണ്ട് എന്നൊക്കെ നമുക്ക് എങ്ങനെയാ മനസ്സിലായത് എന്നാണ് ഈ ചോദ്യം. ഈ ചോദ്യത്തിൽ എങ്ങനെയാണ് മനസ്സിലായത് എന്നതിന്റെ ആൻസർ രണ്ട് രൂപത്തിൽ നമുക്ക് പറയാം. ഒന്ന്, ഡയറക്റ്റ് ആയിട്ടുള്ള സോഴ്സുകൾ ഉണ്ട്, ചിലത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സോഴ്സുകൾ ഉണ്ട്. അങ്ങനെ പറഞ്ഞാല് ചിലത് പ്രത്യക്ഷമായിട്ടുള്ള സ്രോതസ്സുകളുണ്ട്, അടുത്തത് പരോക്ഷ സ്രോതസ്സുകളുമുണ്ട്. രണ്ട് രൂപത്തിലുള്ള സ്രോതസ്സുകളാണുള്ളത്. പ്രത്യക്ഷ സ്രോതസ്സുകൾ പറഞ്ഞാല് നമുക്ക് നേരിട്ട് ആക്സസ് ചെയ്ത് നമുക്ക് നേരെ ചെന്ന് നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് പ്രത്യക്ഷ സ്രോതസ്സുകൾ എന്നാൽ പരോക്ഷ സ്രോതസ്സുകൾ അങ്ങനെയല്ല. പലപ്പോഴും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത സ്രോതസ്സുകളാണ് നമ്മൾ പരോക്ഷ സ്രോതസ്സുകൾ, ഇൻഡയറക്റ്റ് സോഴ്സസ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് എക്സാമ്പിൾ കൊടുത്തു. ഈ ചോദ്യത്തിന് പ്രത്യേകം നോക്കിയേ, ബ്രാക്കറ്റിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിനെന്ത് ചെയ്താൽ മതി? പട്ടികപ്പെടുത്തിയാൽ മതി. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? പട്ടികപ്പെടുത്തിയാൽ മതി. ആ പട്ടികപ്പെടുത്താൻ എന്തൊക്കെയാണുള്ളത് നോക്കാം. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്, സീസ്മിക പ്രവർത്തനങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ഉൽക്കകൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ഗുരുത്വാകർഷണ ബലം എന്ന് കൊടുത്തിട്ടുണ്ട്, കാന്തിക മണ്ഡലം, ഖനികൾ എന്നും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ ഇതിനെ ക്ലാസിഫൈ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? മുഴുവൻ കാര്യങ്ങളെയും ആദ്യമേ അങ്ങ് ക്ലാസിഫൈ ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. എന്നാ പിന്നെ എന്താ ചെയ്യാ, ഈ ഒരു ബ്രാക്കറ്റിന് തന്നെ നമുക്ക് പിക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് എങ്ങനെയാ പഠിച്ചു വെക്കുക? അത് അവിടെ കണ്ടോളൂ. ഇതാണ് പഠിച്ചു വെച്ചാൽ മതി. സെറ്റ്. ഈ കാണുന്ന സാധനങ്ങൾ പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചേക്കാള്? ഡയറക്റ്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടിയുണ്ട്. ഒരു റോക്സും കൂടെ ഇതിനകത്ത്, റോക്സ്, ശിലകൾ, ഇതും കൂടെ ഇതിനകത്താണ് ആഡ് ചെയ്താൽ ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, നോക്കിക്കേ. ഡയറക്റ്റ് സോഴ്സസ് എന്ന് വെച്ചാൽ നോക്കിക്കേ, ഒന്ന് മൈനിങ് ഏരിയാസ്, ഖനികൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക? ഖനികളിലേക്ക് താഴേക്ക് പോകുമ്പോൾ ഭൂമിയുടെ ആ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിന്റെ താഴേക്ക് പോകുമ്പോൾ ഉറപ്പ് കൂടുന്ന, കളറ് മാറുന്ന, ഷേപ്പ് മാറുന്ന അല്ലെ, അതിന്റെ ആ ഒരു മാറ്റം നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ നമുക്കത് മനസ്സിലാക്കാം ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. നമുക്ക് ഈ വോൾക്കാനിക് എറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോൾ എന്താ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? ഭൂമിയുടെ ഉള്ളിൽ എവിടെയോ ഏതൊക്കെയോ ഭാഗത്തുള്ള മാഗ്മ എന്ന് പറഞ്ഞ സാധനമാണ് എന്ത് ചെയ്യുന്നത്? ഈ പുറത്തേക്ക് വരുന്നത്. അപ്പോ ഭൂമിയുടെ ഉള്ളിൽ എന്തുണ്ട് എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സാധനം കുറച്ചെടുത്തിട്ട് അത് കൊണ്ടുപോയിട്ടൊന്ന് പരിശോധിച്ചാൽ മതി. ലാബിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് ഉഷാറായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്താണ്? വോൾക്കാനിക് എറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഡയറക്റ്റ് സോഴ്സ് ആണ് എന്നോർക്കാം കേട്ടോ. റോക്സ്, ശിലകൾ, കല്ലുകൾ. അതായത് നിങ്ങൾ ഒരു കല്ലെടുത്തിട്ട് ഒരു പുഴയെന്നൊക്കെ എന്ത് ചെയ്യുക? ഒരു കല്ല് കിട്ടിക്കഴിഞ്ഞാൽ കല്ലങ്ങ് അടിച്ച് പൊട്ടിച്ചു നീയായിരിക്കുക, അല്ലെങ്കിൽ ആ കല്ല് മറ്റൊരു കല്ലിലേക്ക് എറിഞ്ഞങ്ങ് പൊട്ടിച്ചു നീയായിരിക്കുക. ആ കല്ല് പൊട്ടിച്ചതിന്റെ ഒരു പീസിങ് എടുത്തിട്ട് ഇങ്ങനെ നോക്കുക. അതിലെങ്കിലും കാണാൻ ഇങ്ങനെ ലെയർ ആയിട്ട് കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും.
ആ ലെയർ കിടക്കുന്നത് നമ്മൾ എന്തിന് എക്സാമ്പിൾ ആണെന്നറിയോ? ഭൂമിയുടെ ഉൾഭാഗത്തിന് ഒരു ഉദാഹരണമാണ്. ഭൂമിയുടെ ഉൾഭാഗവും ഇതേപോലെ ലെയറുകളായിരിക്കും എന്നതിന് ഉദാഹരണമാണ്. കൂടുതൽ പറയുകയാണെങ്കിൽ ഇനിയും പറയാൻ കേട്ടോ. സോ ആ കല്ലുകൾ കണ്ടാലും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ ഉള്ളിലും ഭൂമിയുടെ ഉള്ളിലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതാണ് പറഞ്ഞത്, റോക്സും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഡയറക്റ്റ് സോഴ്സ് ആണ് കേട്ടോ. നോക്കിയേ, മറ്റൊരു ഇൻഡയറക്റ്റ്, ഇനി ഇൻഡയറക്റ്റ് സോഴ്സുകളാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഒന്ന് സീസ്മിക് ആക്ടിവിറ്റി, സീസ്മിക ഭൂകമ്പ തരംഗങ്ങളൊക്കെ ഉണ്ടാവുന്ന അല്ലെ, സീസ്മിക പ്രവർത്തനങ്ങൾ. ആ തരംഗങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം ഭൂമിയുടെ ഉള്ളിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഖരാവസ്ഥയിലുള്ള സോളിഡ് സ്റ്റേറ്റിലുണ്ട്, ഏതൊക്കെ ഭാഗങ്ങൾ ലിക്വിഡ് സ്റ്റേറ്റിലുണ്ട് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മേറ്റിയോർസ്, ഉൽക്കകള്, മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം ഭൂമിയുടെ, ഗ്രാവിറ്റേഷൻ, എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിന്റെ സഹായത്താലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഭൂമിയുടെ ഉൾഭാഗത്തെ കുറിച്ച് വിവരങ്ങൾ ലഭ്യമാകും. ഇതിങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക, ഉഷാറായിട്ട് സൂപ്പറായിട്ട് ഇത് ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക. എന്നാല് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഗ്യാരണ്ടിയാണ്. ഓക്കെ, ഒരു മാർക്ക് മിസ്സാവില്ല, ഫുൾ മാർക്ക് കിട്ടും. നോക്കിക്കേ, ഭൂകമ്പത്തിന്റെ സാമൂഹിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എഴുതുക. വാവ്, ഈ ചോദ്യം ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇത് കുത്തി കൊള്ളിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇതിൽ ചോദിച്ചാൽ 4 ആണെങ്കിൽ 4, എത്രയാണോ ചോദിക്കുന്നത് ആ മാർക്ക് നമ്മൾ നേടിയിരിക്കണം. നോ കോംപ്രമൈസ്. കാരണം ഞാൻ വരിക്ക് പറഞ്ഞ കുറെ എണ്ണം പറഞ്ഞുതരാം. ഒന്നാമത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സ്വയം ബുദ്ധിയാലൊന്ന് ചിന്തിച്ചാൽ മതി. സ്വയം ബുദ്ധിയാലെ ചിന്തിക്കുക. നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല, ഒന്നും കിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ബുദ്ധിയിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാവുന്നതേ ഉള്ളൂ. ആൻസർ ഞാൻ കാണിച്ചു തരാം. നോക്കിക്കേ, ആൻസർ നോക്കിക്കേ. ഭൂകമ്പത്തിന്റെ ഫലമായിട്ട് എന്താണ്? വയലന്റ് ട്രംബ്ലിംഗ് ഉണ്ട് എർത്ത്. നമ്മളെ എർത്തിന്റെ ആ ഒരു വൈബ്രേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? എർത്ത് കിക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു വലിയ തോതിലുള്ള ആ ഒരു വിറയലിന് ആര് കാരണമാകും? ഈ ഒരു എർത്ത് കിക്ക് കാരണമാകും. അങ്ങനെ എർത്ത് കിക്ക് വിറയലിന് കാരണമായി കഴിഞ്ഞാൽ ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കും? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. ഭൂമി ഇങ്ങനെ വിറക്കുക, വിറക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെ വിറച്ചു പോവുകയാണെങ്കിൽ ഭൂമിയിലുള്ള കെട്ടിടങ്ങൾ തകരും അല്ലെ. ഭൂമിയുടെ സ്ട്രക്ചറൊക്കെ മാറും, മണ്ണിന്റെ ഘടനയൊക്കെ മാറും. പല സ്ഥലത്തും കുന്നുകളൊക്കെ ഇടിയാൻ തുടങ്ങും, കുന്നിടിച്ചിലുണ്ടാവാൻ തുടങ്ങും, മണ്ണിടിച്ചിലുണ്ടാവുന്നു അല്ലെ. ഇങ്ങനെയുള്ള നമുക്ക് ജസ്റ്റ് ആലോചിച്ച റോഡുകൾ പൊളിയാൻ തുടങ്ങും, റെയിൽവേ ട്രാക്കുകൾ നശിക്കാൻ തുടങ്ങും, മനുഷ്യന്റെ വീടുകൾ, സമ്പത്ത്, കൃഷിയിടങ്ങൾ ഇതൊക്കെ നാശനഷ്ടത്തിലേക്ക് പോകാൻ തുടങ്ങും. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ആലോചിച്ചാൽ കിട്ടൂലേ. ഇങ്ങനെ ആലോചിച്ചെങ്കിരിക്കുള്ള മാർക്ക് തരും. കാരുണ്യവാന്മാരായ നമ്മളെ മാഷുമാര് നമുക്ക് മാർക്ക് തന്നിരിക്കും. നോക്കിക്കേ, കുറച്ചെണ്ണം വേറെയുണ്ട്, നമുക്ക് നോക്കാം എന്തൊക്കെ. അതിന്റെ ഫലമായി കെട്ടിടങ്ങൾ തകരും. നമ്മളിപ്പോ പറഞ്ഞു, വലിയ നിർമ്മിതികൾ നിലം പതിക്കും. ദെൻ അഗ്നി കത്തിപ്പടരും അല്ലെ. അഗ്നി കത്തിപ്പെടാൻ ചാൻസ് ഉണ്ട് അല്ലെ. ഓയിൽ ചേംബർ അല്ലെങ്കിൽ ഓയിലൊക്കെ, ഗ്യാസ് ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ അപകടത്തിൽ പെടുന്നതെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിക്കേ അല്ലെ. സോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ കേട്ടോ. നോക്കിയ വസ്തുക്കൾ പലതും താഴെ വീഴും, അതുപോലെ പല ദോഷങ്ങളും ഉണ്ട്. പിന്നെ എന്താണ്? നിലം കുലും, ഗ്രൗണ്ട് ഷേക്കിംഗ് ഉണ്ട്. ഡിഫറൻസ്, നിലം വ്യത്യസ്തമായാലും ഉറച്ചു പോകലുണ്ട്. ഷേക്കിംഗ് മാത്രമല്ല, അത് ഉറച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. ലാൻഡ് സ്ലൈഡ്സും മഡ് സ്ലൈഡ്സ്, മലയിടിച്ചിലും മണ്ണിടിച്ചിലും. ദെൻ സോയിൽസ് ലിക്വിഫേഷൻ, മണ്ണിന്റെ ദ്രവീകരണം, മണ്ണ് ദ്രവിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ദെൻ നോക്കിക്കേ, നിലം ചെരിഞ്ഞു പോകാറുണ്ട്. മഞ്ഞുമല ഇടിയുന്ന അവലാഞ്ചസ് എന്ന പ്രോസസ് ഉണ്ടാവാറുണ്ട്. അതായത് അവലാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങള് നമ്മുടെ നാട്ടിലുള്ള കുന്നുകൾ ഇടിയുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. അതേപോലെ തന്നെ മഞ്ഞുമല ഏത്? നമ്മൾ ഹിമാലയ, കുളു, മണാലി ഒക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ മഞ്ഞുമല ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ മഞ്ഞിന്റെ മലയിൽ നിന്ന് വലിയൊരു ഭാഗം അടർന്ന് താഴേക്ക് വീഴാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് അവലാഞ്ചി. ഓക്കെ, അവലാഞ്ചി. ഏലാഞ്ചി എന്ന് പറഞ്ഞൊരു എന്തൊരു ഇതുണ്ട് അല്ലെ, നമ്മളെ സ്നാക്സ് അല്ലെ. അതേപോലെ ഒന്ന് ആലോചിച്ചാൽ മതി. അവലാഞ്ചി, ഏലാഞ്ചി നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോലാണെന്നുണ്ടെങ്കിൽ അവലാഞ്ചി വരുമ്പോ എന്താണ് ചെയ്യുക? മഞ്ഞൊന്നായിട്ട് താഴേക്ക് ഇറങ്ങി പോവാണ് ചെയ്യുക. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ അതങ്ങനെ ആലോചിച്ചാൽ മതി. ഗ്രൗണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? നിലത്തിന്റെ സ്ഥാനഭ്രംശമാണ് മറ്റൊന്ന് പറയുന്നത്. ഫ്ലഡ്സ് ഫ്രം ഡാം ഫെയിലിയേഴ്സ്. കണ്ടോ, ഡാമുകൾ കെട്ടി നിർത്തിയ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ഉണ്ടാവുന്നത്, എർത്ത്ക്വേക്ക് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കും? ഡാമുകൾ തകർന്നുകൊണ്ട് ഫ്ലഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഫയേഴ്സ്, തീപിടുത്തം ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചർ കൊളാപ്സ്, കെട്ടിടങ്ങളൊക്കെ തകർന്നു പോകാറുണ്ട്. ദെൻ ഫാളിംഗ് ഒബ്ജക്ട്സ് ഒക്കെ താഴെ വീഴാറുണ്ട്. സുനാമികൾ ഉണ്ടാവാറുണ്ട്. കടലിന്റെ താഴെയാണ് ഭൂകമ്പം ഉണ്ടായത്, ഭൂമി കുലുക്കം ഉണ്ടായത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തിന് സാധ്യത കൂടുതലാണ്? സുനാമിക്ക് സാധ്യത വളരെ കൂടുതലാണ്. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഭൂമിയുടെ ഉള്ളറയിലെ 3 പാളികളെ കുറിച്ച് വിവരിക്കുക. ഇത് ഫുൾ മാർക്ക് വാങ്ങിക്കണേ മക്കളെ, തീർച്ചയായും ഇതിന് ഫുൾ മാർക്ക് വാങ്ങിക്കണം. ഇതിന് ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങ് എഴുതി കൊടുക്കുന്നത്
ഭൂമിയുടെ ഉള്ളറ 3 പാളികളായി തരംതിരിച്ചിരിക്കുന്നു. എത്ര പാളികൾ? 3 പാളികളായി തരം തിരിച്ചിരിക്കുന്നു. 3 layers ആയി തരം തിരിച്ചിരിക്കുന്നു. എന്നിട്ട് അതിന്റെ പേര് ഏതാ? ഫസ്റ്റ് വൺ ഈസ്, എന്താണ് ഫസ്റ്റിന്റെ പേര്? പുറക്കാമ്പ്, അതായത് ക്രസ്റ്റ് അല്ലെ, പുറം കാമ്പ് അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗം. ദെൻ സെക്കൻഡ് വൺ ഇസ്, എന്താണ് രണ്ടാമത്തെ പേരെന്ന് പറയുന്നത്? മാൻഡിൽ അല്ലെ, മാൻഡിൽ, മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ മാൻഡിൽ. ദെൻ മൂന്നാമത്തെ ഭാഗമുണ്ട്, മൂന്നാമത്തെ ഭാഗത്തിന്റെ പേരെന്താണ്? കോർ. എന്താണ്? കോർ എന്ന് പറയുന്ന 3 ഭാഗം. ഇങ്ങനെ 3 ഭാഗങ്ങളുണ്ട്. ഈ 3 ഭാഗങ്ങളെ പേരങ്ങ് എഴുതിയതിനു ശേഷം നമ്മുടെ വകയായിട്ട് ഒരു പിക്ചർ അങ്ങ് വരച്ചു കൊടുക്കാം. സെറ്റ് യെസ്, ഒരു പിക്ചർ അങ്ങ് വരച്ചു കൊടുക്കുക. എങ്ങനെ പിക്ചർ വരയ്ക്കണ്ടേ? ഇങ്ങനെ ഒരു കോണ് വരയ്ക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇത് എർത്തിന്റെ സർഫസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഉൾഭാഗത്തേക്ക് ഒരു കേക്ക് കട്ട് ചെയ്യുന്ന പോലെ ഭൂമിന്റെ ഒരു കഷ്ണം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു എന്ന് വിചാരിക്കുക. ആ കട്ട് ചെയ്ത കഷ്ണാണിത്. കണ്ട? അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 ഭാഗമായിട്ട് മാറ്റി കൊടുക്കാം. എങ്ങനത്തെ 3 ഭാഗം? സിമ്പിൾ പരിപാടി. എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് എന്ത് ചെയ്യാം? നിങ്ങൾ ഇതിനെ 3 കഷ്ണമായിട്ടൊന്ന് ഇങ്ങനെ അങ്ങ് മുറിക്കാം. കണ്ടോ? ഇങ്ങനെ അങ്ങ് മുറിച്ച് വെക്കാം. വരച്ച് വെക്കാം കേട്ടോ, മുറിച്ചിടല്ല, വരച്ചു വെക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്തിൽ ചില ക്ലാസിഫിക്കേഷൻസ് കൂടെ ഉണ്ട്, നമ്മൾ കുറച്ചും കൂടെ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആ തരംതിരിച്ച് കൂടെ അങ്ങ് പഠിച്ചു വെച്ചാൽ ഈ പിക്ചർ പക്ക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിന്റെ ഒരു സൈഡിൽ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? പുറക്കാമ്പ് എന്ന്, പുറം കാമ്പല്ല, പിന്നെ പുറം കാമ്പ് നമ്മളെ ഭൂവൽക്കം അല്ലെ, ഭൂവൽക്കം എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഭൂവൽക്കം, പുറക്കാമ്പല്ല കേട്ടോ, ഭൂവൽക്കമാണ്. യെസ്, പുറക്കാമ്പ് ഏത്? നമ്മളെ കോറിന്റെ ഇതാണ് കാമ്പ് എന്ന് പറയുന്നത്. കാമ്പ്, ഈ കാമ്പിന്റെ അവിടെയാണ് പുറക്കാമ്പ് കമ്പൗണ്ട്. ഓക്കെ, മിസ്റ്റേക്ക് കേട്ടോ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. യെസ്, അപ്പൊ ഇതിന് ഭൂവൽക്കം എന്ന് നമ്മളോട് എഴുതി കൊടുക്കാം. ദെൻ അടുത്തതിന് നമ്മൾ എന്ത് ചെയ്യാം? മാൻഡിൽ എന്ന് എഴുതി കൊടുക്കാം. മാൻഡിൽ എന്ന് എഴുതി കൊടുക്കുക. ദെൻ മൂന്നാമത്തെ ഏറ്റവും ഉള്ളിലുള്ളതിനെ നമ്മൾ എന്ത് എഴുതി കൊടുക്കാം? കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് എഴുതി കൊടുക്കുക. കാമ്പ് എന്ന് എഴുതി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാണ്ട്, ആ ഡിവൈഡ് ചെയ്യണം എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്തതിനു ശേഷം നമുക്ക് വേറെ പേര് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് എഴുതാം. എങ്ങനെയാണ് എഴുതാ? നോക്കിക്കേ, ഞാനിപ്പോ എന്ത് ചെയ്യാണ്? ഇതാ ഈ പറയുന്ന നമ്മളെ ഭൂവൽക്കം എന്ന് പറയുന്ന ഭാഗത്തിന്, ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തിനെ 2 ആയിട്ട് തരംതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്രോസിൽ ഒരു വര ഇട്ട് കൊടുക്കാം. സെറ്റ്, ക്രോസിലൊരു വര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ മുകളിൽ വരുന്ന ഭാഗത്തിന് ഒരു വര ഇട്ടുകൊണ്ട് എഴുതുക. സിയാൽ എന്ന് എഴുതുക, അല്ലെങ്കിൽ സിയാൽ എന്ന് എഴുതുക. ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, ദെൻ അടുത്തതിനെ താഴത്തുള്ളതിനെ ഒരു വരയിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്ത? സിമ എന്ന് എഴുതുക. സിമ എന്ന് എഴുതുക. കിട്ടിയോ? ഓക്കെ, മുകളിലെ ഭാഗം എന്ന് പറയുന്നത്, മുകളിൽ കരഭാഗമല്ല മുകളിൽ, അപ്പൊ വൻകര ഭൂവൽക്കം, കരയായിട്ട് കിടക്കുന്ന ഭൂവൽക്കമാണ് മേലെ കിടക്കുന്നത്. താഴെ സമുദ്രം അല്ലേ, താഴെ ഭൂമിന്റെ താഴെയല്ല, താഴ്ന്നു കിടക്കുന്ന ഭാഗം പറഞ്ഞാൽ സമുദ്രമാണ്. അപ്പൊ സമുദ്രം ആയിട്ട് കാണുന്ന ഭാഗമാണ് സിമ എന്ന് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്രോസിൽ വരയിടുക. എന്നിട്ട് എന്ത് ചെയ്യുക? സിമ എന്നും എഴുതി കൊടുക്കാം. ഓക്കെ, ദെൻ അടുത്ത ഭാഗം മാൻഡിലിനെ നമ്മൾ എന്ത് ചെയ്യാം? 2 ആയിട്ട് ഇതേപോലെ തരംതിരിക്കാം. പക്ഷെ തരംതിരിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇങ്ങനെ വേണം തരംതിരിക്കാൻ. ഇങ്ങനെ കുത്തു കൊടുത്തിട്ട് അടിപൊളിയായിട്ട് തരംതിരിക്കാം. കണ്ടോ? ഇങ്ങനെ തരംതിരിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? ഇതിന്റെ മുകളിലത്തെ ഭാഗത്തിന് ഇങ്ങനെ വരയിട്ടതിന് ശേഷം എഴുതാം ഉപരി മാൻഡിൽ എന്ന് എഴുതാം. അല്ലെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? അപ്പർ മാൻഡിൽ എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? അപ്പർ മാൻഡിൽ എന്ന് എഴുതാം. താഴെയുള്ളതിന് നമുക്ക് ലോവർ മാൻഡിൽ അഥവാ കീഴ് മാൻഡിൽ എന്ന് എഴുതാം. എന്താണ്? കീഴ് മാൻഡിൽ എന്നും എഴുതാം. ദെൻ ഇതേപോലെ നമ്മളെ കാമ്പില്ലേ, കോറിനെയും നമ്മൾ എന്ത് ചെയ്യുക? 2 ആയിട്ട് ഇങ്ങനെ തരംതിരിക്കാം. ഇങ്ങനെ തരംതിരിച്ചതിന് ശേഷം അതിനും പേര് കൊടുക്കണ്ടേ? മുകളിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാം? പുറം കാമ്പ് എന്ന് വിളിക്കാം. ഔട്ടർ കോർ എന്ന് പറയും. എന്താ വിളിക്കുക? ഔട്ടർ കോർ എന്ന് നമ്മൾ അതിനെ വിളിക്കും. ഇനി ഉള്ളിലുള്ളതിനെ അകക്കാമ്പ് എന്ന് വിളിക്കാം. അകക്കാമ്പ് അഥവാ ഇന്നർ കോർ എന്ന് വിളിക്കാം. ഇന്നർ കോർ. ഇത്രയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം അങ്ങ് വരച്ചു വെക്കേണ്ടത്. ഇതങ്ങ് വരച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ വരയ്ക്കുക, ഇത്രയും കാര്യങ്ങൾ അങ്ങ് എഴുതുക. നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് ഒരു കോൺഫിഡൻസ് തരും. നിങ്ങൾ ഇതിന്റെ ആൻസർ അറിഞ്ഞിട്ടാണ് ആൻസർ ചെയ്യാൻ. സോ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് വരാൻ
ടീച്ചറും തയ്യാറാക്കും. ഓക്കെ, അപ്പോ നോക്കൂ, ഇങ്ങനെ ഒരു പിക്ചർ അങ്ങ് വരച്ചു വെക്കുക. എന്നിട്ട് അടുത്ത സൈഡ് ഹെഡിങ് ചെയ്ത ദ ക്രസ്റ്റ്, പുറം തോട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭൂവൽക്കം, ഭൂവൽക്കം എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പരമാവധി എത്ര പറ്റുമോ അത്രയും എഴുതി കൊടുക്കുക. എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്? ഭൂമിയുടെ, ഇത് സിമ്പിളാ, ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദ എർത്ത്. എർത്തിന്റെ ഔട്ടർ മോസ്റ്റ്, ഏറ്റവും പുറമേയുള്ള ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഗ്രേറ്റ് സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി. ഇതിന് എന്തുണ്ട്? നല്ല ഉറപ്പും കാഠിന്യവും ഉണ്ട്. നല്ല ഉറപ്പും കാഠിന്യമുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. പുറന്തോടിന്റെ കനം എല്ലായിടത്തും തിക്നെസ്, കട്ടി, അതെല്ലായിടത്തും ഒരേപോലെ അല്ല എന്നുമാണ് നമുക്ക് ഇതിൽ നിന്ന് ഓർത്തു വെക്കേണ്ടത്. നോക്കിക്കേ, ഇതിലെ തിക്നെസ് എത്രയാണുള്ളത്? ഇൻ കോണ്ടിനെന്റൽ ഏരിയ its thickness is 30 to 50 kilometer. 30 മുതൽ 50 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഏത് ഭാഗത്തുള്ളത്? നമ്മുടെ കോണ്ടിനെന്റൽ ഏരിയ, കരഭാഗങ്ങളിലുള്ളത്. ബട്ട് ഓഷ്യാനിക് ഏരിയാസിൽ എന്താ ഉള്ളത്? 5 മുതൽ 10 കിലോമീറ്റർ വരെ മാത്രമേ ഇതിനെന്തുള്ളൂ? തിക്നെസ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. സമുദ്രഭാഗങ്ങൾ 5 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഭൂവൽക്കം കഴിഞ്ഞു എന്നാ, ക്രസ്റ്റ്. ഓക്കെ, അപ്പൊ അതിനകത്തായിരിക്കും മാൻഡിലെത്തി. അപ്പൊ അത്രയും ഭാഗത്ത് മാത്രമേ എന്ത് വ്യാപിച്ചു കിടക്കുന്നുള്ളൂ? നമ്മുടെ ഈ പറഞ്ഞ ക്രസ്റ്റ് വ്യാപിച്ചു കിടക്കുന്നുള്ളൂ. ഇതില് സിയാലും സിമയും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, സിയാൽ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അത് കോണ്ടിനെന്റ്സ് ഉൾപ്പെടുന്ന വൻകര ഭൂവൽക്കമാണ്. ഇത് സമുദ്ര ഭൂവൽക്കവുമാണ്. എന്താണ്? സമുദ്ര ഭൂവൽക്കവുമാണ് സിമ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് സിയാലും സിമയും? സിയാൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആ ഭാഗത്ത് അടങ്ങിയിരിക്കുന്നത്, സി എന്ന് പറയുന്നത് സിലിക്കയാണ്. പിന്നെ അൽ എന്ന് പറയുന്നത് അലുമിനിയമാണ്. എന്താണ്? അലുമിനിയവുമാണ്. എന്നാൽ സിമ എന്ന് പറയുമ്പോൾ, സി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? സിലിക്കയാണ്. ദെൻ അതേപോലെ തന്നെ സിമയല്ലേ, മ എന്ന് പറയുന്നത് എന്താണ്? മഗ്നീഷ്യം ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഏതില്? ആ ഒരു പുറം ഭാഗത്ത് അടങ്ങിയിരിക്കുന്നത്. സോ അതെന്ത് ചെയ്യാ? വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു കാര്യം കൂടെ പഠിക്കുക. വേറെയും ചിലതൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, ഓക്സിജൻ, മഗ്നീഷ്യം, ഇരുമ്പ്, ഇതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത്. ദെൻ അടുത്തൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, വൻകരകളുടെയും സമുദ്രങ്ങളുടെയും അടിയിൽ ഭൂമിയുടെ പുറന്തോടിന്റെ താഴ്ഭാഗത്ത് പാളിയാണ് സിമ എന്ന് പറയുന്നത്. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞു. യെസ്, മഗ്നീഷ്യവും സിലിക്കയും ധാരാളം അടങ്ങിയ നല്ല കാഠിന്യമുള്ള ഒരു പാടയാണിത്. സിലിക്ക, മഗ്നീഷ്യം എന്നിവ വാക്കുകളിൽ നിന്നും ഇത് ഉരുത്തിരിഞ്ഞു വന്ന പദമാണ് സിമ. ഈ ഒരു രണ്ടിൽ നിന്നും കൂട്ടിച്ചേർത്തിട്ടാണ് എന്തുണ്ടാക്കിയത്? സിമ എന്ന വാക്കുണ്ടാക്കിയത് കേട്ടോ. സിലിക്ക, മഗ്നീഷ്യം എന്ന് ചേർത്തിട്ടാണ് സിമ എന്ന വാക്കുണ്ടാക്കിയത്. അതേപോലെ തന്നെ സിലിക്കയും അലുമിനിയവും ചേർത്തിട്ടാണ് എന്തുണ്ടാക്കിയത്? സിയാൽ എന്ന വാക്കും ഉണ്ടാക്കിയത്. ഓക്കെ, അടുത്തെന്താണ്? മാൻഡിലാണ്. മാൻഡിൽ എന്ന് പറയുന്നത് ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത് അതിന് താഴെ, നമ്മൾ വരച്ചപ്പോൾ ഓർമ്മ ഉണ്ടല്ലോ, അതിന്റെ താഴെയാണ് ഇത് കാണപ്പെടുന്നത്. എവിടെയാണ്? ഒരു 2900 കിലോമീറ്റർ താഴേക്കാണ് ഇത് കാണപ്പെടുന്നത്. 2900 കിലോമീറ്റർ. ഓക്കെ, അത്രയും താഴോട്ടാണ് ഇത് കാണപ്പെടുന്നത്. അതേപോലെ മാൻഡിലിന്റെ ഉപരിഭാഗത്തിന് ദുർബലമായ ഒരു ഭാഗമുണ്ട്. അതിനെ എസ്തനോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ താഴേക്കുള്ള ഭാഗത്ത് നമ്മൾ എസ്തനോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ മുകളിലേക്ക് നമ്മൾ എന്താണ്? അതിൽ മൃദുവായിട്ടുള്ള ഭാഗമാണ് എസ്തനോസ്ഫിയർ. ഖരമായിട്ട് കിടക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയർ കേട്ടോ. ലിത്തോസ്ഫിയർ. നോക്കിക്കേ, ഇതിനടുത്ത് നോക്കിക്കേ, 83% ഭാഗവും, നമ്മളെ ഭൂമിന്റെ 83% ഭാഗവും എന്താണ്? മാൻഡിലായിട്ടാണ് കാണപ്പെടുന്നത്. മാൻഡിൽ, ബാക്കിയുള്ള ഭാഗം അത്രയും കുറവാണ്. ഇതിലൂടെ എസ് വേവ്സ് പാസ് ചെയ്ത്, നമ്മൾ ഭൂകമ്പം പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഏത്? പി വേവ്സും എസ് വേവ്സും ഒക്കെ. ആ എസ് വേവ്സ് ചലിക്കല് ഖരാവസ്ഥയിലുള്ള സാധനങ്ങളിലൂടെ മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഇതിലൂടെ ഇത് എസ് വേവ് ചലിക്കുന്നുണ്ട്, എസ് വേവ് മൂവ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊരു ഖരാവസ്ഥയിലുള്ള ഭാഗം ഇതിലുണ്ട് എന്നാണ് നമ്മുടെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാര് അനുമാനിക്കുന്നത് കേട്ടോ. അവര് അനുമാനിക്കുന്നത്. ദെൻ ലാസ്റ്റ് പാർട്ടാണ് കോർ എന്ന് പറയുന്നത്. ഉൾക്കാമ്പ് എന്ന് പറയുന്നത്, ഭൂമിയുടെ അൽക്കാമ്പിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ 2900 മുതൽ താഴേക്കുള്ള ഭാഗമാണ് എന്ത് പറയുന്നത്? ഉള്ളിലേക്ക് 2900 വരെ മാൻഡിലാണ് അല്ലെ? 2900 വരെ മാൻഡിലാണ്. ആ 2900 മുതൽ താഴേക്കുള്ള ഭാഗമാണ് എന്ത് പറയുന്നത്? കോർ എന്ന് പറയുന്നത് കേട്ടോ. കോർ എന്ന് പറയുന്നത് കാമ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സെറ്റ്. ഇരുമ്പും നിക്കലുമാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത്. നേരത്തെ സിയാലും സിമിയും ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇതേപോലെ
ഇവിടെ ഇരുമ്പും നിക്കലും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നിഫെ എന്നുള്ളത്. ഈ നി എന്ന് പറയുന്നത് എന്താണ്? നിക്കലാണ്. നിക്കല്, നിക്കറല്ല, നിക്കല്. ഓക്കെ, നിക്കല്. ഫെ എന്ന് പറയുന്നത് എന്താണ്? ഫെറമാണ്. ഫെറം അതായത് അയേൺ എന്നുള്ളതിന്റെ ലാറ്റിൻ വേർഡാണ്. അപ്പോ ഫെറമാണ് ഫെ എന്ന് പറയുന്നത്. ഇത് നിക്കലും. ഈ നിക്കലും ഫെറും കൂടെ ചേർത്ത് നമ്മൾ അതിനൊരു പേരിട്ടിട്ടുണ്ട്. ഈ കോർ എന്ന ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് നിഫെ എന്ന് വിളിക്കുന്നത്. നിഫെ എന്ന് വിളിക്കുന്നത്. നോക്കിയേ, ഫലകങ്ങൾ തമ്മിൽ അകന്നു പോകുന്ന സിമ ഏതാണെന്ന് കണ്ടെത്തുക. ഫലകങ്ങൾ തമ്മിൽ അകന്നു പോകുക എന്ന് പറയുന്നത്, ഇതിനെ 4 അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. 3 തരം നീക്കങ്ങളോട് പെടും. 4 3 തരം നീക്കങ്ങളോട് പഠിച്ചു വെച്ചാൽ മതി. എളുപ്പമാണ്. ഇത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ അറ്റൻഡ് ചെയ്യും, ഷുവറാണ്. ഇതിൽ ഏത് ചോദിച്ചാലും നമ്മൾ ചെയ്യും. കാരണം എന്താ വെച്ചാല് നോക്കിക്കേ, ഡൈവേർജന്റ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ്, നോക്കിക്കേ, ഫലകങ്ങൾ, ഇതൊരു ഫലകമാണ്, ഒരു പ്ലേറ്റ് ആണ് വിചാരിക്കുക. എ എന്നാണ് ഇതിന്റെ പേര്. ഇത് അടുത്തൊരെണ്ണമാണ്, ഇതിന്റെ പേര് ബി എന്നാണെന്ന് വിചാരിക്കാം. ഇത് രണ്ടും കൂടെ തമ്മിൽ പരസ്പരം ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ, പരസ്പരം തമ്മിൽ അകന്നു പോവുകയാണെങ്കിൽ, നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ഫലകങ്ങളിലെ, അതായത് നമ്മളെ ഭൂമിയിലെ ഭൂഖണ്ഡങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പതുക്കെ അതിന്റെ താഴത്ത് ഫലകമാണ്. ആ ഫലകം എന്ത് ചെയ്യുന്നുണ്ട്? പതുക്കെ ചലിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്നാണ് തിയറി, അല്ലെ? ആ ഒരു തിയറി പ്രകാരം, പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി നമ്മൾ പഠിച്ചു. യെസ്, ആ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി പ്രകാരം എന്തുണ്ട്? 3 തരം ചലനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, 2 പ്ലേറ്റുകൾ തമ്മിൽ എന്താവുകയാണ്? പരസ്പരം അകന്ന് തെന്നി നീങ്ങുകയാണ്. അകന്നു പോവുകയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഡൈവേർജന്റ് മാർജിൻ എന്ന് പറയുന്നത്. ദെൻ അതേപോലെ ഒന്നാണ് മറ്റൊന്ന് എന്ന് പറയുന്നത്, 2 സൈഡിൽ കിടന്നിരുന്ന എ ബി എന്ന 2 ഫലകങ്ങൾ, അവ രണ്ടും തമ്മിൽ ഒന്നാവുകയാണ്. സുഹൃത്തുക്കളെ, ഒന്നാവുകയാണ്. ഇതിനെ പറയുന്ന പേരാണ് സംയോജക സീമകൾ. എന്താണ് സംയോജക സീമകൾ എന്ന് പറയുന്നത്? എന്താണ്? കൺവേർജന്റ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ഉദാഹരണം ഉണ്ട്, കേട്ടോളി, കണ്ടോളി, നോക്കിക്കോളി. ഒരെണ്ണം, ഒരു പ്ലേറ്റ് ഇതാ ഇങ്ങനെ കിടക്കുകയാണ്, എ എന്ന് പറയുന്ന പ്ലേറ്റ്. ഇത് മറ്റൊരു പ്ലേറ്റ് ഇങ്ങനെ കിടക്കുകയാണ്. മറ്റൊരു പ്ലേറ്റ് അതിന് ചാരി ഇങ്ങനെ കിടക്കുകയാണ്, ബി എന്ന പ്ലേറ്റ്. ഓക്കെ, പ്ലേറ്റ് പറഞ്ഞ ഫലകം കേട്ടോ. യെസ്, ഇത് രണ്ടും കൂടെ ഇങ്ങനെ കിടക്കുമ്പോ ഇതിന് ഒരു ഫലകം എന്ത് ചെയ്യുന്നു? ഒരു സൈഡിലേക്കും മറ്റൊരു ഫലകം മറ്റൊരു സൈഡിലേക്കും ഇങ്ങനെ ഒരുപാട് കളിക്കൂല കേട്ടോ. ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുക? അങ്ങനെ മൂവ് ചെയ്ത് പോവാണ് ചെയ്യുക. ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് അങ്ങോട്ട്, ഒരനുസരണയില്ല. ഇങ്ങനെ പോകുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫോം ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഇതങ്ങ് മനസ്സിൽ കയറ്റി വെച്ച് ഈ 3 എണ്ണം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഉറപ്പാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എക്സ്പെക്ട് ചെയ്തേ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ സെറ്റ് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞൻ ആര്? അതിനെന്താ വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന് അറിയണ്ടേ, അല്ലെ? ദ ജർമ്മൻ മെട്രോളജിസ്റ്റ് വു പുട്ട് മുന്നോട്ട് വെച്ചതല്ല, പുട്ട് ഫോർവേഡ്, അത് ആവിഷ്കരിച്ചത് ദ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ആവിഷ്കരിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ആവിഷ്കരിച്ചിരിക്കുന്നത് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ കൂട്ടത്തില് ആൽഫ്രഡ് വെഗനർ ആണ്. ഇത് എന്താണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത് എന്ന് അറിയാം. ഇതും കൂടെ അങ്ങ് പഠിച്ചു നോക്കണം ആ കൂട്ടത്തിൽ, എന്നാലേ അത് വൃത്തിയാവുള്ളൂ. ഓക്കെ, ഇയാൾ പറഞ്ഞത് നമ്മളിപ്പോ കാണുന്ന ഭൂഖണ്ഡങ്ങളിലെ മാപ്പൊക്കെ ഇങ്ങനെ തുറന്നു നോക്കിയാൽ കുറെ ഓസ്ട്രേലിയ എവിടെ, ആഫ്രിക്ക എവിടെ, അമേരിക്ക അവിടെ, ഏഷ്യ എവിടെ, റഷ്യ എവിടെ, ഇന്ത്യ എവിടെ, നമ്മളിങ്ങനെ കാണുന്നില്ലേ? ഈ കാണുന്നത് പണ്ട് കാലത്ത് മൂപ്പര് പറഞ്ഞത്, ആൽഫ്രഡ് വെഗനർ പറയുന്നത്, പണ്ട് കാലത്ത് നമ്മുടെ ഭൂമി, ഞാൻ ഭൂമിനെ ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കാണ്, ഇത് ഭൂമിയാണ്. ഈ ഭൂമിയുടെ ഉള്ളില് ഒരേ ഒരു കരഭാഗം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പൊ കാണുന്ന പോലെ അവിടെ ഇവിടെയും ചെതറി കിടക്കുന്നില്ലായിരുന്നു എന്നാണ് മൂപ്പര് പറയുന്നത്. എന്നിട്ട് എന്താണ് പറയുന്നത്? ഈ കാണുന്ന സാധനത്തിന് ഇയാൾ വിളിച്ച പേരാണ് പാൻജിയ. എന്താണ് വിളിച്ചത്? പാൻജിയ. ആ കാണുന്ന സൂപ്പർ കോണ്ടിനെന്റിന് ഏറ്റവും വലിയ ആ ഒരു ഭൂഖണ്ഡത്തെ വിളിക്കുന്ന പേരാണ്, ഒറ്റ ഭൂഖണ്ഡം, അതിനെ വിളിക്കുന്ന പേരാണ് പാൻജിയ എന്ന് മൂപ്പര് വിളിച്ചു. അതിന്റെ ചുറ്റും എന്തുണ്ടായിരുന്നു? കടലുണ്ടായിരുന്നു. അതിന്റെ ചുറ്റും കടലുണ്ടായിരുന്നു. ഈ കടലിന് അദ്ദേഹം വിളിച്ച പേരാണ് പന്തലാസ. പന്തൽ പണിയല്ല,
പന്തലാസ. കണ്ടോ, പന്തലാസ എന്ന പേരിലാണ് അദ്ദേഹം ഇതിനെ വിളിച്ചത്. പന്തലാസ എന്ന പേരിലാണ് ഈ കടലിനെ അദ്ദേഹം വിളിച്ചത്. അങ്ങനെ പാൻജിയയും പന്തലാസയുമായിരുന്നു ലോകമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ പറയാണ്, ഈ പാൻജിയ വികസിച്ചിട്ട് ആ പാൻജിയ പരസ്പരം എന്തായി, വിഭജിക്കപ്പെട്ടിട്ട് അത് പരസ്പരം തെന്നി നീങ്ങി ഇന്ന് കാണുന്ന ആ ഒരു ഭൂമിയിലെ ആ രൂപത്തിലേക്ക് എന്തായി, ഇത് മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് എന്ത് ചെയ്തു, മാറി എന്നാണ് ഇദ്ദേഹം ആൽഫ്രഡ് വെഗനർ പറയുന്നത്. ഇതാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. കണ്ടോ, ഇതാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്നറിയപ്പെടുന്നത്. പണ്ട് പാൻജിയയും പന്തലാസയുമായി കിടന്ന സാധനം പിന്നീട് അത് വിഭജിക്കപ്പെട്ട് പരസ്പരം ചലിച്ച് നീങ്ങി പല ഭാഗത്തേക്ക് എത്തിപ്പെട്ടു എന്ന് പറയുന്ന ആൽഫ്രഡ് വെഗനർ കണ്ടെത്തിയ സിദ്ധാന്തമാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. ഇതിലൂടെ എന്തൊക്കെ പഠിച്ചു? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സെറ്റ് അല്ലേ? സെറ്റ്. അപ്പൊ പാൻജിയോ പഠിച്ചു, പന്തലാസ് പഠിച്ചു, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി പഠിച്ചു, ആൽഫ്രഡ് വെഗനറും പഠിച്ചു. സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ ഓരോ കോളങ്ങളിലും ഭൂരൂപം എന്ന ക്രമത്തിൽ പൂർത്തിയാക്കുക. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. അതിന് വേണ്ടി ഞാൻ വേറൊരു സാധനം തരാം. നോക്കിക്കേ, ലാൻഡ് ഫോമുകൾ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഇത് എത്ര എണ്ണം ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ പറ്റണം. എത്ര എണ്ണം ചോദിച്ചാലും നമ്മൾ പെടാൻ പാടില്ല, നമ്മൾ എഴുതും കേട്ടോ. അതെങ്ങനെയാ എഴുതാം? നോക്കിക്കേ, ഞാൻ ഓരോന്നിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഏതൊക്കെയാന്ന് പറഞ്ഞുതരാം. ഓക്കെ, റണ്ണിങ് വാട്ടർ, ഒഴുകുന്ന ജലം. നമുക്ക് ഇങ്ങനെ കുറച്ചെണ്ണേ ഉള്ളൂ. ഒഴുകുന്ന ജലം. ഈ ഒഴുകുന്ന ജലം ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കി. അത് കുറച്ച് ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ഫാക്ടർ. ഇറോഷൻ എന്ന് വെച്ചാൽ എന്താന്ന് ആദ്യം പറഞ്ഞുതരാം, എന്നാ പിന്നെ അതിൽ ഡൗട്ട് ഇല്ല. ഇറോഷണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാല് ഘാതന ഭൂരൂപങ്ങൾ എന്ന് പറഞ്ഞ എന്താ വെച്ചാല്, നമ്മള് നദിയൊക്കെ ഇങ്ങനെ ഒഴുകും. ഇപ്പൊ നദീന്റെ കേസാണ് റണ്ണിങ് വാട്ടർ പറയുന്നത്. അപ്പൊ നദി ഇങ്ങനെ ഒഴുകുമ്പോ ആ ഒഴുകുന്ന കൂട്ടത്തിൽ അവിടെ നിന്നും ഇവിടുന്നൊക്കെ ഓരോന്ന് കല്ലും മണ്ണൊക്കെ ഇങ്ങനെ പെറുക്കി ഇടിച്ചിട്ട് കൊണ്ടുപോകില്ലേ? അങ്ങനെ ഇടിച്ചിട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന ഭൂരൂപത്തിന് പറയുന്ന പേരാണ് ഇറോഷണൽ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇടിച്ചിടുന്നതിന് പറയുന്ന പേരാണ് ഇറോഷൻ. ഓക്കെ, അത് വെള്ളമാണെങ്കിൽ, ഒഴുകുന്ന വെള്ളമാണെങ്കിൽ ആ വെള്ളം ചെന്നിട്ട് അങ്ങനെ ഇടിച്ചിടും. കാറ്റാണെങ്കിലോ ആ കാറ്റ് വന്നിട്ട് അങ്ങനെ ഇടിച്ചിടും. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇറോഷൻ എന്ന് പറയുന്നത്. ഈ ഇറോഷൻ വഴി ഉണ്ടാകുന്ന ഭൂരൂപമാണ് ഇറോഷണൽ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇറോഷണൽ ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ്? നദിന്റെ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റണ്ണിങ് വാട്ടർ കേട്ടോ, റിവർ, ഒഴുകുന്ന ജലം. പണ്ടാരോ പറഞ്ഞു ഓടുന്ന ജലം. ഓടണ്ടല്ലേ, നീ ഒഴുകിയാൽ മതിയെന്നല്ലേ? യെസ്, ഇറോഷണൽ ലാൻഡ് ഫോംസ് ആയിട്ട് കാണുന്നത് ഏതൊക്കെയാണ് റണ്ണിങ് വാട്ടറിൻ്റെത് എന്നാണ് നോക്കാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വാട്ടർഫാൾ. പഠിച്ചു വെച്ചോണെ, വാട്ടർഫാൾ പ്രധാനപ്പെട്ട ഒന്നാണ്. ദെൻ മറ്റൊന്നാണ് മിയാൻഡേഴ്സ്. പഠിച്ചു വെച്ചോണെ. കാനിയോൺസ്, ഗോർജസ്, ഓക്സ്ബോ ലേക്സ്, വി ഷേപ്ഡ് വാലീസ്. ഇത്രയും കാര്യങ്ങൾ ആണ് പഠിച്ചു വെക്കുക. എന്താണ് വാട്ടർഫാൾ? വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടാണല്ലോ, ഒരു നദിയുടെ എറോഷൻ ഭാഗമായിട്ടാണ് എന്തുണ്ടാവുന്നത്? വാട്ടർഫാൾ ഉണ്ടാവുന്നത്. അതേപോലെ കാനിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാനിയോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന ഒരു മലഞ്ചെരി, ഒരു താഴ്വര. അതിൽക്കൂടെ എന്ത് ചെയ്യുക, താഴ്വരയുടെ അടിഭാഗത്തൂടെ നദി ഒഴുകി പോകുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് അതിന് വിളിക്കുന്ന പേരാണ് കാനിയോൺസ് എന്നുള്ളത്. കാനിയോൺ ഇപ്പൊ എങ്ങനെ വിളിക്കാം? കാനിയോൺസ് എന്ന് നമ്മളതിനെ വിളിക്കും. ഓക്കെ, അങ്ങനെ ഒരു നദിയുടെ രണ്ട് ചെരിവിലൂടെ എന്ത് ചെയ്യാണ്, ഒഴുകി പോവുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് കാനിയോൺസ്. ഇനി അങ്ങനെയല്ല ഇത് ഒഴുകിപ്പോകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ചെങ്കുത്തായി കിടക്കുന്ന ഒരു സ്ഥലമാണ്, കുത്തനെ കിടക്കുന്ന സ്ഥലം. ഇതിലൂടെ ഒഴുകി പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പക്ക വെർട്ടിക്കലായിട്ട്. മറ്റേത് ഇങ്ങനെ സ്ലോപ്പ് ഉണ്ടാവും, സ്റ്റെപ്പ് ഇങ്ങനെ സ്ലോപ്പ് ആയിട്ട് കിടക്കുന്നു. ബട്ട് ഇത് കുത്തനെയാണ് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗോർജ്. ഇത് കാനിയോൺ ആണ്. ഇത് ഏതാണ്? ഇത് കാനിയോൺ ആണ്. ഇത് ഗോർജ് ആണ്. ഗോർജ്. ഇത് കാനിയോണും ഇത് ഗോർജും കേട്ടോ. കാനിയോൺ, ഗോർജ്. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. പിന്നെ അടുത്തൊരെണ്ണമാണ് ഡെൽറ്റയും ഫ്ലഡ് പ്ലെയിനും. എന്താണ് ഡെൽറ്റ, ഫ്ലഡ് പ്ലെയിൻ, ദെൻ അലൂവിയൽ ഫാനും ബ്രൈഡൽ സ്ട്രീം. ഈ 4 എണ്ണം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് ഡെൽറ്റ? നദി ഇങ്ങനെ ഒഴുകി അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ അതിൽ കൊണ്ടുവരുന്ന കല്ലും മുള്ളും സാധനങ്ങളൊക്കെ എന്തായിരിക്കും, എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കൂന കൂടി കിടക്കുകയാണെങ്കിൽ, ത്രികോണാകൃതിയിൽ കൂന കൂടി കിടക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡെൽറ്റ. ഇങ്ങനത്തെ ഡെൽറ്റകൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഫ്ലഡ് പ്ലെയിൻസ്, മറ്റൊന്നാണ് ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഈ ഫ്ലഡ് പ്ലെയിൻസ് എന്ന് വെച്ചാൽ ഈ നദീതീരങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുക,
ഇതിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടിട്ടിട്ട് അവിടെ ഒരു സമതലം പോലെ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്താ പറയാ ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. അലൂവിയൽ ഫാൻ, അതെന്താണ് അലൂവിയൽ ഫാൻ വെച്ചാൽ എക്കൽ സമതലം എന്ന് പറയും. എക്കൽ സമതലം, എക്കൽ തടം. ഈ നദി കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ കൊണ്ടുവരാണ്, നല്ല വളക്കൂറുള്ള സാധനങ്ങളായിരിക്കും. ഇത് കൊണ്ടുവന്നിട്ട് നമ്മളെ കരഭാഗത്തേക്ക് കയറ്റി ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് അവിടെ നല്ല വളക്കൂറുള്ള മണ്ണ് രൂപപ്പെടാനുള്ള സാധ്യത. അത്തരം സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അലൂവിയൽ ഫാൻ എന്ന് പറയുന്നത്. ഇതിനടുത്തൊന്ന് ബ്രൈഡഡ് സ്ട്രീം. ബ്രൈഡഡ് സ്ട്രീം വെച്ചാൽ പിന്നിയിട്ട മുടി പോലെ, മുടി ഇങ്ങനെ പുറത്തേക്ക് പിന്നിടാറില്ലേ പെൺകുട്ടികളൊക്കെ, അങ്ങനെ പിന്നിയിട്ട ഷേപ്പ് പോലെ കാണപ്പെടുന്ന നദിയുടെ ഭാഗമാണ് ബ്രൈഡഡ് സ്ട്രീം എന്ന് പറയുന്നത്. പിന്നിയിട്ട ഷേപ്പ് പോലെ കാണപ്പെടുന്ന, അത് എവിടെയാ കാണപ്പെടുന്നത്? ലാസ്റ്റ് നദി തീരാനാവുന്നോടത്ത്, നദി ക്ഷീണിച്ചിട്ടുണ്ടാവും, ആ നദി തീരാനാവുന്നോടത്ത് എന്താണ് ഉണ്ടാവുക? നദി തീരാനാവുന്നോടത്ത് അത് കൊണ്ടുവരുന്ന മണ്ണും കല്ലൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ കുറേശ്ശെ അടിമടയൊക്കെ ഇട്ടിട്ടിട്ടിട്ട് അതിന്റെ ആ ഇട്ടേന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോകലാവും ലാസ്റ്റ് നദി. അപ്പൊ എന്താ നമുക്ക് കാണുമ്പോൾ തോന്നുക? ഒരു മുടി പിന്നിയിട്ട പോലെ നമുക്ക് ഇങ്ങനെ തോന്നും. മുടി പിന്നിട്ട് ഇങ്ങനെ വന്നിട്ട് മുടി പിന്നിയിട്ട് പോയ പോലെ നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു റിവറായിരിക്കും, ഇങ്ങനെ വന്ന് ഇങ്ങനെ ആയതായിരിക്കും. അങ്ങനെ പോകുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? ബ്രൈഡഡ് സ്ട്രീം എന്ന് പറയുന്നത്. ബ്രൈഡഡ് സ്ട്രീം എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ മറ്റൊന്ന് നോക്കിക്കേടാ, ഗ്ലേഷ്യർ ഉണ്ടാക്കുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇറോഷണൽ എന്ന് പറയുന്നത് യു ഷേപ്ഡ് വാലി ഉണ്ട്. നേരത്തെ വി ഷേപ്ഡ് വാലി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്, ഇവിടെ യു ഷേപ്ഡ് വാലിയാണ്. പിന്നെ ഹാങ്ങിങ് വാലി, തൂക്ക് താഴ്വരകളുണ്ട്. സിർക്ക് പഠിക്കണം, പിന്നെ ഹോണും പഠിക്കണം. സിർക്ക് എന്താന്ന് വെച്ചാൽ നോക്കിക്കേ, ഒരു മഞ്ഞുമലയാണെന്ന് വിചാരിക്കാം. ഈ മഞ്ഞുമലയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മഞ്ഞുമലയിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് ഒരു വലിയ കട്ട മഞ്ഞ് താഴേക്ക് അങ്ങ് വീഴുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ മഞ്ഞുമല കുറച്ചൊന്ന് താഴേക്ക് അങ്ങ് ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. പുറം ഭാഗത്ത് ഇങ്ങനെ പുള്ള് ചെയ്ത് അങ്ങ് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ മണ്ണ് അമരുന്നൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അല്ലെ? ചില സ്ഥലങ്ങളിലൊക്കെ മണ്ണ് നമ്മൾ അടിച്ചു വെച്ച മണ്ണൊക്കെ എന്ത് ചെയ്യും? അങ്ങനെ താഴേക്ക് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വീഴാറുണ്ട് അല്ലെ? ഇങ്ങനെ കൂന കൂട്ടി വെച്ചാൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വീഴാറില്ലേ? അങ്ങനെ അങ്ങ് വീഴുന്ന സാഹചര്യമാണെന്ന് വിചാരിക്കുക. അവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പിലേക്ക് എന്ത് ചെയ്യുന്നു? ഇത് വീഴാൻ തുടങ്ങി. ഇത് അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വരച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് വീഴാൻ തുടങ്ങി വിചാരിക്കുക. ഇത് ഇവിടെ ഉള്ള ഒരു പീസ് എന്ത് ചെയ്തു? അങ്ങനെ അങ്ങ് പുറകോട്ടേക്ക് അങ്ങ് ചാഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. മഞ്ഞുമലയിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. നമുക്കത് അധികം പരിചയം ഉണ്ടാവില്ല. എനിവേ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇത്തരം ഗ്യാപ്പുകളെ, ഈ ഒരു ചാലിനെ, ഈ ഒരു കുഴീനെ വിളിക്കുന്ന പേരാണ് സിർക്ക് എന്ന് പറയുന്നത്. ഏകദേശം ഒരു ചാരുകസേര ആകൃതിയിലായിരിക്കും ഇതുണ്ടാവുക. ചെറിയൊരു ചാരലുള്ള ഒരു കസേര പോലെ ആയിരിക്കും തോന്നുക കേട്ടോ. നോക്കിക്കേ, അടുത്താണ് എന്താ നമ്മളെ ഹോൺ എന്ന് പറയുന്നത്. ഇതിന്റെ മേലെ ഇങ്ങനെ കൂർത്ത ഭാഗങ്ങൾ ഉണ്ടാവും. ഇതിന്റെ മേലെ ഗ്ലേസിയറിന്റെ മേലെ കൂർപ്പുള്ള ഭാഗങ്ങൾ ഉണ്ടാവും. സിർക്കിൾ രൂപപ്പെട്ട് ഈ കൂർപ്പ് മാത്രം ബാക്കിയാവും. അങ്ങനെ കൂർപ്പ് ബാക്കിയാവുന്ന ആ കൂർപ്പിനെ പറയുന്ന പേരാണ്, കൂർത്ത് നിൽക്കുന്ന ഭാഗത്തിനെ പറയുന്ന പേരാണ് ഹോൺ എന്ന് പറയുന്നത്. കൊമ്പില്ലേ, കൊമ്പ്, പശുവിന്റെ ഒക്കെ ഹോൺ, ആ കൊമ്പ് എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് എന്ത് പറയുന്നത്? ഈ ഹോൺ എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത്. കൂർത്ത് നിൽക്കുന്ന ഭാഗമായത് കേട്ടോ. ഏറ്റവും ടോപ്പിലാണ്, കൂർത്ത് നിൽക്കുവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഹോൺ എന്നുള്ള പേര് അതിന് വന്നിരിക്കുന്നത് കേട്ടോ. നോക്കിക്കുക, അടുത്താണ് ഡെപ്പോസിറ്റ് മൊറൈൻസ്. നമ്മൾ നേരത്തെ ഫ്ലഡ് പ്ലെയിൻ പറഞ്ഞില്ലേ, അതേപോലെയാണ് മൊറൈൻ എന്ന് പറയുന്നത് കേട്ടോ. ഔട്ട് വാഷ് പ്ലെയിൻ എന്ന് പറയുന്ന മറ്റൊന്ന്. തന്നെ അടുത്ത പോലെ ഡ്രം ലൈൻസ് ഉണ്ട്, എസ്കേഴ്സും ഉണ്ട്. ഇതൊക്കെ ഇത്തരത്തിലുള്ള നിക്ഷേപണ രൂപങ്ങളാണ്. ഈ പേരങ്ങ് പഠിച്ചു വെക്കുക നിർബന്ധമായിട്ടും. അടുത്ത ഒന്നാണ് വിൻഡിൽ എന്തൊക്കെ ഇറോഷണൽ ഡെപ്പോസിഷൻ ഉണ്ട് എന്നാണ് നോക്കുന്നത്. മഷ്റൂം റോക്ക് ഉണ്ട്, ഡിഫ്ലേഷൻ ബേസിൻ ഉണ്ട്. പിന്നെ അതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. ഈ മഷ്റൂം റോക്കാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് കേട്ടോ. വിൻഡ് എന്ന് കണ്ടാൽ അവിടെ ചോദിക്കുന്ന സാധനമാണ് മഷ്റൂം റോക്ക് എന്ന് പറയുന്നത്. എന്താ സാധനം എന്നറിയോ? നമ്മളെ കൂണില്ലേ കഴിക്കുന്ന ഈ കൂണിന്റെ ഒരു ഷേപ്പ് പോലെ എന്താണ് കല്ല് കാണപ്പെടും. ഇതെങ്ങനെ കല്ല് വന്നെന്നറിയോ? പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ നിന്നിരുന്ന ഒരു കല്ല്, കാറ്റ് വീശി അതിന്റെ ഡയറക്ഷനിലേക്ക് കാറ്റ് അങ്ങനെ നിരന്തരമായിട്ട് വീശാൻ തുടങ്ങി. അങ്ങനെ കാലക്രമേണ ഇതെന്തായി ദ്രവിച്ച് അതിന്റെ ആ ഒരു കാറ്റ് ഏറ്റവും കൂടുതൽ വീശുന്ന ഭാഗത്ത് എന്ത് സംഭവിച്ചു? വീശുന്ന ഭാഗത്ത് അതിങ്ങനെ ബാക്കിയായി, വീശുന്ന ഭാഗം നശിച്ചു പോയിട്ട് ബാക്കി ഭാഗം നോക്കിക്കേ, ബാക്കി ഭാഗം മാത്രം, അതിന്റെ ഒരു മുകൾ ഭാഗം മാത്രം അവിടെ അങ്ങ് ബാക്കിയായിപ്പോയി. ഇതൊരു കൊട പോലെ തോന്നിച്ചു, ഒരു കൂണ് പോലെ തോന്നിച്ചു. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മഷ്റൂം റോക്ക് എന്ന് പറയുന്ന. ഇനിയും കുറെ കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കാറ്റ് വന്നിട്ട് ഇതും നശിക്കും. ഇതങ്ങനെ മഷ്റൂം റോക്ക് ആയിട്ട് അതങ്ങ് നിലനിൽക്കുന്നില്ല. അതെന്താ സംഭവിക്കുക? വീണ്ടും കുറെ കാലം കഴിയുമ്പോൾ അതും അങ്ങനെ ഇല്ലാണ്ടാവും.
ഓക്കെ, ദെൻ അപ്പൊ ഇതാണ് വിൻഡിൻ്റെത്. മറ്റൊന്ന് വേവ്. വേവിൻ്റെതാണ് എന്താ, ഇറോഷണൽ ലാൻഡ് ഫോം ആണ് സീ ക്ലിഫ്. പഠിച്ചു വെച്ചോണെ, സീ ക്ലിഫ്. നമ്മൾ വർക്കല ക്ലിഫ് ഒക്കെ കണ്ടില്ലാണ് തിരുവനന്തപുരത്തെ, ഏതാണ് നമ്മുടെ കുന്നിന്റെ മണ്ടയിൽ നിന്ന് നടന്ന് താഴെ ആ ഒരു ഓഷ്യനിൽ നമ്മൾ വ്യൂ എന്ത് ചെയ്യും, മേലെ നിന്നിട്ട് ഇങ്ങനെ നോക്കൂ. ഈ ഒരു കുന്ന് നിൽക്കുന്ന ആ ഒരു സ്ട്രക്ചർ കണ്ടോ നിങ്ങൾ, ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ക്ലിഫ്. സെറ്റല്ലേ, ക്ലിഫ് എന്നാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്നത് കേട്ടോ. അതാണ് ക്ലിഫ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്ന് സ്റ്റാക്ക്. കടലിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന മതില് പോലെ, കല്ല് പോലെ നിൽക്കുന്ന ചെറിയ ചെറിയ കല്ലുകൾ കടലിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെ തീരത്തിനോട് ചേർന്നിട്ട്. അത് സ്റ്റാക്ക് എന്ന് നമ്മൾ വിളിക്കുന്നു. ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ഒരുപാട് വലിയ റോക്കായിട്ട് എന്ത് ചെയ്താണ് ഇവിടെ കിടന്ന ഭാഗങ്ങളായിരിക്കും ഇതൊക്കെ. ഇങ്ങനെ കിടന്ന ഒറ്റ റോക്കായിട്ട് കിടന്ന ഭാഗമായിരിക്കും. ഇങ്ങനെ വെള്ളം തിര അടിച്ച് ഈ റോക്കിന്റെ പല ഭാഗങ്ങളും എന്തായി, നേരത്തെ പറഞ്ഞ പോലെ ദ്രവിച്ച് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോയി. അവസാനം ബാക്കിയായ ഭാഗമാണ് ഈ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഈ സ്റ്റാക്കുകൾ കുറച്ച് കഴിയുമ്പോൾ ഈ സ്റ്റാക്കുകളും എന്താകും, നശിച്ച് ഇല്ലാണ്ടായി പോകും എന്നുള്ളതാണ് കേട്ടോ. then കുറച്ച് നോക്കിക്കേ, എന്താണ് ഡെപ്പോസിഷൻ, ബീച്ച്, ഡൂണ്, അല്ലെ, ബാർ, സ്പിറ്റ്. ബീച്ചൊക്കെ നമുക്ക് ഈസി പറയാം. എന്താണ്, കടലിൽ നിന്ന് തിരമാല ഇങ്ങനെ മണൽ കൊണ്ടുവന്ന് ആ കൊണ്ടുവന്ന മണൽ നിക്ഷേപിച്ച് എന്ത് ചെയ്തു, ഒരു മണൽത്തിട്ട രൂപപ്പെട്ടു. ആ മണൽത്തിട്ടയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീച്ച് എന്ന് പറയുന്നത്, അല്ലെ. എല്ലാവരും ബീച്ച് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. നോക്കിക്കേ, ഒരു ചോദ്യം, അറ്റ്മോസ്ഫിയറിന്റെ കോമ്പോസിഷൻ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ് ചോദ്യം. അറ്റ്മോസ്ഫിയറിന്റെ കോമ്പോസിഷൻ ഇതൊരു ചോദ്യമാണ്, നിർബന്ധമായിട്ട് പഠിക്കണേ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിർബന്ധമായിട്ട് ചോദിക്കും. ഗ്യാസസ്, വാട്ടർ വേപ്പർ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഇതാണ് 3 കോമ്പോണൻസ് എന്ന് പറയുന്നത്. 3 കോമ്പോണൻസ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള 3 കോമ്പോണൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഓരോന്നിന്റെയും നോക്കിക്കേ. വാതകങ്ങളുടെ കേസാണെങ്കിൽ കുറച്ച് പ്രധാനപ്പെട്ട വാതകങ്ങൾ പഠിച്ചു വെക്കുക നിങ്ങൾ. അതിൽ നൈട്രോജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ബാക്കി നിങ്ങൾ പഠിച്ചില്ലെങ്കിലും പ്രശ്നമല്ല. ഓക്കെ, ബാക്കി നിങ്ങളുടെ മനസ്സിൽ ഈ വാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യുക, അറ്റ്മോസ്ഫിയറിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. എന്താ പറയേണ്ടത്, നൈട്രജൻ എന്ന് പറയുന്നത് N2 എന്ന് പറയുന്നത് 78.808, അതായത് നമുക്ക് എന്ത് പറയാം, 78% ഉണ്ട് എന്ന് പറയാം. ഓക്സിജൻ ആണെങ്കിൽ 20.95, അല്ലെങ്കിൽ നമുക്ക് 21% ഓക്സിജൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം അന്തരീക്ഷത്തിൽ. ഇതാണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട കണക്ക്. ഇനി കുറഞ്ഞൊരളവിൽ എന്തുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതില് മനുഷ്യന്റെയും ജീവികളുടെയും നിലനിൽപ്പ് വളരെയധികം ആശ്രയിച്ച് കിടക്കുന്ന ഈ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും കാര്യത്തിലാണ്, അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ്, 78% ഇവിടെ നമുക്ക് നൈട്രജൻ കാണാം, 21% നമുക്ക് ഓക്സിജനും നമുക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്നാണെന്ത്, ജലബാഷ്പം എന്ന് പറയുന്നത്, വാട്ടർ വെപ്പർ എന്ന് പറയുന്നത്, ജലബാഷ്പം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തിന്റെ അളവ് എന്താണ്, വ്യത്യസ്തമായിരിക്കും. എന്താ ജലബാഷ്പം എന്ന് പറഞ്ഞാൽ, അന്തരീക്ഷത്തിലൂടെ ജലബാഷ്പം നമ്മൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഭൂമിയിൽ ചൂട് തട്ടുമ്പോൾ ഭൂമിയിലെ നമ്മുടെ വാട്ടർ ബോഡീസിൽ നിന്ന് നമ്മുടെ കിണറുകള്, പുഴകള്, നദികള്, അങ്ങനെ സാധനങ്ങളൊക്കെ അല്ലേ, ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യണമെന്ന് പറയാം, വെള്ളം നീരാവിയായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മുകളിലേക്ക് പോകുന്ന ആ നീരാവികളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജലബാഷ്പം അല്ലെങ്കിൽ വാട്ടർ വെപ്പർ എന്നുള്ളത്. വാട്ടർ വെപ്പർ എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഈ വാട്ടർ വെപ്പർ നമുക്ക് കാണാനൊന്നും സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു കുപ്പി എടുക്കുക. ഒരു കുപ്പി, ഏത് കുപ്പി, നമ്മൾ ഐസ് വെള്ളം വെക്കുന്ന കുപ്പിയില്ലേ, ആ കുപ്പി എന്ത് ചെയ്യുക, എടുക്കുക. എന്നിട്ട് അത് പുറത്തൊരു ടേബിളിന്റെ പുറത്തൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് വെച്ചിട്ട് അങ്ങനെ ടേബിളിന്റെ പുറത്ത് വെച്ചതിന് ശേഷം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുക. നമുക്ക് അതിന്റെ ചുറ്റുപാടും എന്ത് കാണാൻ പറ്റും അറിയോ, ഇങ്ങനെ വെള്ളത്തിന്റെ കുമിളകൾ കാണാൻ സാധിക്കും, അല്ലെ. ആ ഒരു കുപ്പിയുടെ ചുറ്റുപാടും വശങ്ങളിലായിട്ട് കുപ്പിമേലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ കുമിള എവിടുന്നാ വന്നത്, കുപ്പിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നാണോ? അല്ല. കുപ്പിയുടെ ഉള്ളിൽ നിന്ന് വന്നാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ വെള്ളത്തിന് കുറവ് വരണ്ടേ, അതൊട്ട് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചുറ്റുപാടിൽ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വെള്ളത്തുള്ളികളാണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്, ഈ പറഞ്ഞ കുപ്പിമേൽ വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ കുപ്പിന്റെ ഉള്ളിലെ വെള്ളം അല്ലാതെ പുറത്തുള്ള അന്തരീക്ഷത്തിലുള്ള വെള്ളത്തുള്ളിയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ വെപ്പർ എന്ന് പറയുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിന്റെ കോമ്പോണൻസിൽ ഏറെക്കുറെ 4% എന്താണ്, ഇത്തരത്തിലുള്ള ജലബാഷ്പമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നോക്കിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലം, ഇഷ്ടം പോലെ പൊടിപടലമുണ്ട് അന്തരീക്ഷത്തിൽ. അപ്പൊ ഇതും അന്തരീക്ഷത്തിന്റെ ഭാഗമായ ഒരു സാധനമാണ്.
പൊടിപടലം എന്ന് പറയുന്നത് കേട്ടോ. പൊടിപടലങ്ങൾ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഡെസേർട്ടിൽ നിന്നും ലേക്ക് ബെഡ്സ് നിന്നും ബീച്ചുകളിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് നമുക്ക് കൂടുതലായിട്ടും അന്തരീക്ഷത്തിലേക്ക് വരുന്നത് കേട്ടോ. നോക്കിക്കേ, ABCD എന്ന അന്തരീക്ഷ പാളികളുടെ പേര് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിർബന്ധമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്കാണ്, നിർബന്ധമാണ് ABCD എന്ന അന്തരീക്ഷ പാളികൾ പേര് എഴുതുക. നോക്കിക്കേ, എന്താണ് ക്വസ്റ്റ്യൻ. ഇത് പഠിക്കാനുള്ള ഒരു ഈസി മെത്തേഡ്. ഇത് എന്താണെന്നറിയോ, നമ്മളെ ആകാശല്ലേ, അന്തരീക്ഷം, ഈ അന്തരീക്ഷത്തിന് 7 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. ഈ തരംതിരിച്ച ഭാഗങ്ങളിൽ ABCD എന്ന് ഇവിടെ അടയാളപ്പെടുത്തിയാണ്. ആ അടയാളപ്പെടുത്തിയ ഭാഗത്തിന്റെ പേര് എഴുതാനാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ആദ്യം ഇങ്ങനെ ഒരു ഫോട്ടോ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഇത് പഠിച്ചിട്ട് പോകണം, എന്നാൽ എളുപ്പമാണ്. ഇത് പഠിക്കാൻ ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം, ഈ കോഡ് നിങ്ങൾ എഴുതി വെച്ചോണം. ഓക്കെ, കോഡ് ഇതാണ്: ടോസ് ഇട്ടപ്പോൾ മീശ തെറിച്ച് എക്സിറ്റ് ആയി. ഇതാണ് കോഡ്. ഇതിങ്ങനെ അങ്ങ് എന്ത് ചെയ്തോണം, പഠിച്ചു വെച്ചോണം. ഇതെന്താ ചെയ്യുക, ടോസ് എന്നുള്ളതിന്റെ ടോ എന്ന് പറയുന്നത് എന്താണ്, ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ ആണ് ഒന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത്, ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ A എന്ന് പറയുന്നത് എന്താണ്, ട്രോപ്പോസ്ഫിയർ ആണ്. ഇനി B എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പോ S ഉണ്ടല്ലോ, അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ ആണ് B എന്ന് പറയുന്നത്. B കണ്ടോ. ഇനി C എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. C എന്ന് പറയുന്നത് നമുക്ക് D എന്ന് കിട്ടും, എന്താണ്, മീശ. കണ്ടോ, ആ മെസോസ്ഫിയർ ആണത്. എന്താണ്, മെസോസ്ഫിയർ ആണ്. ഇനി D എന്നൊരു ഭാഗമുണ്ട്. D എന്ന ഭാഗം നോക്കിക്കേ, തെർമോസ്ഫിയർ ആണ്. എന്താണ്, തെർമോസ്ഫിയർ ആണ്. ഇനി അവസാനത്തത് എക്സിറ്റ് എന്ന് കാണാം നമുക്ക്, അത് എക്സോസ്ഫിയർ ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സോസ്ഫിയർ ആണത്. എക്സോസ്ഫിയർ ആണ് അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത്. ഈ 2 ഭാഗങ്ങൾ ഇതിൽ കാണുന്ന, ഈ ഇപ്പൊ ഉദാഹരണത്തിന് വേണമെങ്കിൽ A ഭാഗം, B ഭാഗം. A ഭാഗം എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ, B ഭാഗം എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയർ. ഇതിനെ രണ്ടിനെയും വേർതിരിക്കുന്ന പോയിന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ട്രോപ്പോപോസ്. ബിനെയും സീനെയും വേർതിരിക്കുന്നത്, അതായത് സ്ട്രാറ്റോസ്ഫിയറിനെയും മെസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് സ്ട്രാറ്റോപോസ്. then അതേപോലെ സീനെയും ഡീനെയും വേർതിരിക്കുന്ന ഭാഗമാണ് മെസോപോസ് എന്ന് പറയുന്ന ഈ 3 ഭാഗങ്ങൾ. അപ്പൊ ഇതും ആ കൂട്ടത്തിൽ പേര് പഠിച്ചു വെച്ചൂടാ. അപ്പൊ 1 2 3 4 5 6 7 ഉണ്ടോ, 7 ആകാശങ്ങളായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഇതേപോലെ അങ്ങ് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ചങ്ങ് വെക്കുക, സെറ്റ് ആക്കി വെക്കുക. ഓക്കെ, സെറ്റ്. ഇനി എന്തുകൊണ്ടാണ് ഈ സ്ട്രാറ്റോപോസ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ചോദ്യം കൂടെ ഇതിൽ കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. ഈ സ്ട്രാറ്റോപോസിന്റെ ഭാഗത്തെ താപനില, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും. ആ ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാവില്ല. മുകളിലേക്ക് പോകുന്തോറും ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് അറിയോ, ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു വരിക ചെയ്യുന്നത്. ഓരോ 165 ഡിഗ്രി സെൽഷ്യസിനും 165 ഡിഗ്രി സെൽഷ്യസിനല്ല, 165 മീറ്ററിനും എന്താ സംഭവിക്കുന്നത്, 1 ഡിഗ്രി സെൽഷ്യസ് വീതം താഴേക്ക് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പോസുകളിൽ എത്തുമ്പോൾ, ട്രോപ്പോപോസ്, സ്ട്രാറ്റോപോസ്, ഇങ്ങനത്തെ പോസുകളിൽ എത്തുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നില്ല, ഇത്തരത്തില് ഒരു ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. സോ ഇതും പഠിച്ചു വെക്കുക. നോക്കിക്കേ, ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതും കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്താണ്, ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്, മനുഷ്യരാശിക്ക് ഓസോൺ എങ്ങനെയാണ് ഉപയോഗപ്രദമാകുന്നത്? ഈ ചോദ്യം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. സ്ട്രാറ്റോസ്ഫിയർ ആണ് ആൻസർ. ദി സ്ട്രാറ്റോസ്ഫിയർ ലൈസ് നെക്സ്റ്റ് ടു ട്രോപ്പോസ്ഫിയർ വിത്ത് ആൻ ആവറേജ് ഹൈറ്റ് ഓഫ് 50 കിലോമീറ്റേഴ്സ്. 50 കിലോമീറ്റർ ഭാഗമാണ് ഇത് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടോ. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള 50 കിലോമീറ്ററുള്ള ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ നോ ക്ലൗഡ്സ് ആണ്, നോ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്, നോ വാട്ടർ വേപ്പർ ആണ്, നോ കൺവെൻഷണൽ കറന്റ് ആണ്. ഈ പറഞ്ഞ ഒരു പരിപാടിയും ഇവിടെ നടക്കുന്നില്ല. എന്തൊക്കെയാണ് ഇവിടെ? മേഘങ്ങളില്ല, പൊടിപടലങ്ങളില്ല, ജലബാഷ്പമില്ല, ലംബതലത്തിലുള്ള വായു പ്രവാഹം, കൺവെൻഷണൽ കറന്റ്. ഇങ്ങനെ ചൂടുള്ള വായു മേലെ, ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുന്നു, വീണ്ടും ചൂടാവുന്നു, മേലേക്ക് പോകുന്നു, തണുക്കുന്നു, താഴേക്ക് വരുന്നു, ചൂടാവുന്നു, മേലേക്ക് പോകുന്നു, തണുക്കുന്നു, താഴേക്ക് വരുന്നു, ചൂടാവുന്നു, മേലേക്ക് പോകുന്നു. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് കൺവെൻഷണൽ കറന്റ്. ഇങ്ങനെ കൺവെൻഷണൽ കറന്റ് നടക്കുന്നുമില്ല എവിടെ? സ്ട്രാറ്റോസ്ഫിയർ എന്ന ഭാഗത്ത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്?
ഓസോൺ ലെയർ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊരു പോയിന്റ് നോക്കിക്കേ, ധ്രുവങ്ങളുള്ളതിനേക്കാൾ ഉയരം ഭൂമധ്യരേഖയോട് അടുത്താണ് ഇതിനുള്ളത്. വേനൽക്കാലത്ത് ശൈത്യത്തെക്കാൾ ഉയരം വർദ്ധിക്കുന്നുണ്ട് ഈ ഭാഗത്ത്. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, മറക്കാതെ പഠിക്കേണ്ട പോയിന്റ്, ഓസോൺ പാളി കാണപ്പെടുന്ന ഭാഗം സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ പാളി കാണപ്പെടുന്ന ഭാഗം സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുടെ ബേസ് അടക്കമാണ് നമ്മളിന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ശ്രദ്ധിച്ച് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, ആവർത്തിച്ച് പഠിക്കുക. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വരുന്നതും ആയിരിക്കും. സോ റെഡി ആയിട്ടിരിക്കുക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് പഠിക്കുക. എത്രത്തോളം കോൺഫിഡന്റ് ആവാൻ പറ്റുമോ അത്രത്തോളം കോൺഫിഡന്റ് ആയിട്ട് തന്നെ പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ. ഇറ്റ്സ് മീ മാസിൻ and signing off.